ഹായ് ഗെയ്സ്, അസ്സാം വലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ പറഞ്ഞാലേ പെങ്ങൾ കണ്ട് 2 ദിവസമായി ഒരു വിരുന്ന് ഇറക്കാൻ വന്നതാണ്. അപ്പോൾ അവളിപ്പോൾ പനിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ബാക്കി ഒന്നാളുടെ ഹോസ്പിറ്റലിൽ പോകണല്ലോ ഡയാലിസിന്. അപ്പോൾ അവളാണ്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ വരുമ്പോൾ എന്ത് ഇന്നലെ മീനിന് പോയപ്പോൾ ചെമ്മീന് വില കുറച്ച് കിട്ടി. അപ്പോൾ ചെമ്മീന് പൊതുവെ എല്ലായിടത്തും വില കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഒരു 2 ചെമ്മീനൊക്കെ കൊണ്ടിട്ട് എന്ത് ചെയ്ത് ഈ ചെമ്മീൻ ബിരിയാണി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. മസാല കൂട്ടി എല്ലാം റെഡിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ദമ്മിടാനും കൂടി ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ മസാല ഒന്നും കൂടി ആവാണ്ട്. അപ്പം നമ്മൾ ഇതിന് കാത്തു നിൽക്കട്ടെ. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നത് എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിന് തൊട്ടത്തിൽ വില്ലേജില്ലേ അതൊന്ന് നോക്കിക്കാളയും. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും. ലൈക്ക് ഒന്ന് മാക്സിമം ചെയ്തിട്ട് നിങ്ങൾ ലൈക്ക് വളരെ കുറവാണ് നമുക്ക്. അപ്പം എന്നാലും നമുക്ക് നേരെ വീഡിയോ പോയാലോ. നമ്മൾ വീഡിയോ ഉണ്ടോ അല്ലേ എങ്ങനെയുണ്ട്. ഇന്നലെ മീൻ വാങ്ങാൻ പോയപ്പോൾ ചെമ്മീൻ നല്ല വില കുറവപ്പം എവിടെ പോയാലും. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് 2 കിലോ ചെമ്മീനാണ് വാങ്ങി. ഏതായാലും മോള് വന്നതല്ലേ, അപ്പോൾ നമുക്ക് ചെമ്മീൻ ബിരിയാണി വെക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇവിടെ ചെമ്മീൻ തൊലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മീൻ ബിരിയാണി വെക്കാൻ പോകട്ടോ. ചെമ്മീൻ തൊലിക്കാൻ ഉമ്മൂന് വളരെ എക്സ്പീരിയൻസ് ആട്ടോ. അതുകൊണ്ട് നമ്മൾ ഓളെ തന്നെ ഏൽപ്പിച്ചിരിക്കണം. ഭയങ്കര ഫാസ്റ്റ് അല്ലേ, എനിക്കിത്ര പറ്റില്ല. നമ്മൾ ചെമ്മീനൊക്കെ തൊഴിച്ച് കഴിഞ്ഞ് അടുത്ത ഘട്ടം കഴുകലാണ്. കഴുകിയിട്ട് നമ്മൾ ഇനി മസാല കൂട്ടാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളത് കായം കൂട്ടുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്പം. ഇപ്പിടുമ്പോൾ എല്ലാവരും പായസം ഇട്ടോളിട്ടോ. ഇത് നന്നായിട്ട് കുഴക്കല്ലേ, സുർക്കൊന്നും വേണ്ടല്ല. അപ്പോൾ കുഴക്കൽ കഴിഞ്ഞിട്ടോ. അപ്പം നമ്മളെ ചെമ്മീനെ പൊരിച്ചു തുടങ്ങിയിട്ടോ. കാരണം വീടെടുക്കാനും ക്യാമറ പിടിക്കാനൊന്നും ആരുമില്ല. ഇപ്പം ഞാനും ഒറ്റക്കേ ഉള്ളൂ. മോള് വിരുന്ന് വന്നിട്ട് 2 ദിവസമായി. അപ്പോൾ ഇപ്പാനിട്ട് ഓള് ഹോസ്പിറ്റലിൽ പോയതാണ്. ഒരു 1 നാളെ പോകണ്ട ഡയാലിസിന്. അപ്പോൾ മോള് വരുമ്പോൾ നമുക്ക് ബിരിയാണി ആവും പോകണം. നമ്മൾ ചെമ്മീൻ പൊരിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ചോറ് വെന്ത് കഴിഞ്ഞ് നമ്മളിത് ഊറ്റാണ്. ഈ ചെറിയ ബിരിയാണി വെക്കുമ്പോൾ 2 ആളൊക്കെ വാങ്ങല്ലേ. കൊണ്ടുവരുമ്പോ തണക്കട്ടെ വിളിക്കുക അങ്ങോട്ട് കത്തിച്ചാ. ആ ഹലോ, ഇത് ഉള്ളി കാട്ടണേ. അപ്പോൾ ഇതാണ് ഉള്ളിയും തക്കാളി ഇട്ടാ. നമ്മൾ ആ എണ്ണയിൽ തന്നെ വാട്ടാൻ പോകണം. ഇത് കൊള്ളില്ല പോവാ, കൊള്ളില്ല. എവിടെ കൊള്ളുക? എങ്ങനെ ഇല്ല, അത് ഇപ്പം തലക്കാം. പൊരിച്ചിക്കണാ നീ ഗ്ലാസ് മതിയല്ലോ. അപ്പം നമ്മളെ മസാല റെഡി തുടങ്ങി. ചെമ്മീനോടെ പൊരിച്ച് വെച്ച് ഇനിയിപ്പോൾ അടുക്കള കണ്ടില്ല. അടുക്കള ഒരു പരുവത്തിലാട്ടോ. ഇത് ഞാൻ ഓയിലും സൺഫ്ലവറും കൂടി ഓയിലും ഡാൽഡയും കൂടി ചൂടാക്കി വെച്ചാട്ടാ. കുറച്ച് ഇത് ഒഴിച്ചുകൊണ്ടാണ് ഞാൻ ദമ്മിടുമ്പോൾ അതിൻ്റെ മേലെ ഒഴിക്കാനാട്ടാ. ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ ഒറ്റക്കുള്ളൂ എല്ലാത്തിനും. ഉമ്മുണ്ട്, ഉമ്മയുടെ പണിയിലാണ്. പിന്നെ ഇപ്പോൾ ഇതിമ്മക്ക് ഓള് നിന്നാൽ അവിടുത്തെ പണി നടക്കൂല. അപ്പോൾ എന്താ ചെയ്ത് ഇത് ഞാനും ഏറ്റെടുത്ത് അവിടുത്തെ ഉമ്മ ഏറ്റെടുത്ത്. അപ്പോൾ നമ്മൾ 2 വട്ടം കൂടി നമ്മൾ ഇനി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ചോറ് വെച്ചിപ്പോൾ റെഡിയും കൂടിയാണ്. ചോറ് വാങ്ങിക്കണേ. ഓക്കെ, ബിരിയാണി വെക്കൽ ഇങ്ങനെ കേട്ടോ. ആദ്യം ചെമ്പട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ പാർന്ന് പിന്നെ ഒരു 2 മണി പെരിഞ്ചീരകം ഇട്ട് അത് എല്ലാം ഇടുന്നത് കാണാം. അത് കണ്ടാൽ ഇട്ടിട്ടാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെ വെക്കുക വെച്ചാൽ അതുപോലെ വെച്ചോണ്ടിട്ടാണ്. അത് എൻ്റെ ഐഡിയക്ക് വെക്കുകയാണ്. ഏതായാലും മസാല നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇല്ലേ. ഇനി നമ്മളെന്താ കണ്ടിരിക്കണേ, നമ്മൾ പൊരിച്ച ചെമ്മീനില്ലേ അത് ഇതിലേക്ക് ഇടാൻ പോകട്ടോ. ഇതാണ് ചെമ്മീൻ. ഇത് നമ്മളതിലേക്ക് ഇടാൻ പോകണേ. ഇനി ഇത് ആ മസാലയൊക്കെ നമ്മൾ സ്മൂത്താവും. ഇതുപോലെ ഒന്ന് നന്നാക്കി ആക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാനൊന്നും ആരുമില്ല. ഉമ്മ വിളിച്ചിട്ട് വരണമില്ല.
നമുക്കറിയില്ല അമ്മു അതിലിപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ വരാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഹെൽപ്പിങ്ങിന്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം അല്ലേ? നമുക്കൊന്ന് മൂടി വെക്കാം. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഈ ചോറ് ദമ്മിട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പണിയുണ്ട് അടുക്കളയിൽ. ഞാൻ പറഞ്ഞേ ഇതൊക്കെ ഇപ്പം എനിക്ക് ക്ലീൻ ആക്കാനുള്ള ഇവിടെ. ഇതൊന്നും ഇങ്ങനെ കണ്ടു നോക്കിയിട്ടാ ഇപ്പം ഇങ്ങനെ അടുക്കള ഉള്ളത്. ഞാൻ ഇത് ഇനി ക്ലീൻ ആക്കിയിട്ടോ കൂടി കാണിച്ചാൽ ഇത് കണ്ടില്ലേ. ഇവിടെ ഞങ്ങൾ ഇന്നലെയും പോയി ജാതിക കുറച്ചും കൂടി കിട്ടി. ഇന്നലെ രാത്രി മോളിട്ട് പോയപ്പോൾ അവള് കുറച്ച് ജാതി കിട്ടിയ പിന്നെയും കൊടുത്തു. ഇപ്പോൾ ഞാൻ പച്ചക്കറി കൊണ്ടുകൊണ്ട് നേരത്തെ ഇട്ടാണ്. അതായത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഉമ്മ എടുത്ത് വെക്കും, സെറ്റപ്പ് ആക്കും. അല്ലേ? അപ്പോൾ ഈ കാണുന്ന മാതിരി ഇനി കുറച്ച് കഴിഞ്ഞാൽ അടുക്കള തന്നെ അടിപൊളി കാണിച്ചു നോക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ഓയിൽ കഴിക്കാൻ പോകുന്നത്. ദമ്മടെ നേരത്ത് ഉമ്മ വന്നില്ല, ഉമ്മ പോയി പണിക്ക് പോയി. ഞാൻ പറഞ്ഞില്ല ഞാൻ ദമ്മത് എങ്ങനെ ഇട്ടാ നിങ്ങൾ നിങ്ങളെ സ്ഥലത്ത് ദമ്മിട്ടോണി അല്ലേ അമ്മ? നമ്മളിങ്ങോട്ട് അടിപൊളി ബിരിയാണി അല്ലേ? ഈ ഡാണ്ട മൂടിയൊക്കെ അണ്ടി മുദ്ര പാടില്ല. ഇതിന് മറ്റേ തട്ടൊക്കെയില്ല നമ്മളാണ്. ഇത് പുതിയ തട്ടാണ്. അത് കാട് കഴിക്കാൻ വേണ്ടി നമ്മളിതിന് മേലെ വേറെ തട്ടിച്ചാണ് കേട്ടാ. മറ്റേ അത് നാസാവൂല. ഇനി ഒന്നുമില്ല, നീ ഒന്നുമില്ല മേലേക്ക് വരില്ല. ജോറായി എത്ര എളുപ്പം ജോറായി. നീ ഇമ്മ മോറിലാണ് ഞാൻ മോറണ ഞാൻ മോറാ അഞ്ച് മോറൂല. വീഡിയോയിൽ കാണാൻ വേണ്ടി പോലെ അഞ്ച് മോറല് എനിക്ക് വേണ്ടിട്ട് എല്ലാ പണികളാ ഞങ്ങളെ ഊതി. അപ്പോൾ നമ്മൾ ബിരിയാണി ദമ്മിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ എൻ്റെ പണിക്ക് പോവാണ്. എൻ്റെ പണിക്ക് നിങ്ങളെന്താ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ ഞാൻ മോറണം. ഓള് നേരത്തെ വെറുതെ പറഞ്ഞാൽ നീ ഒക്കെ ഓളാ മോറലെന്ന്. ഞാൻ മോറണത് ഓള് ക്യാമറ എടുക്കാൻ ആരുമില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ എടുക്കോ? ഓക്കെ ആയിക്കോട്ടെ. ആരമൂലം നമുക്ക് കാണിച്ചിട്ട്. അപ്പം നമ്മൾ അടുക്കളയുടെ പണി ഫുള്ള് കഴിഞ്ഞിട്ടാ കണ്ടില്ലേ. അപ്പം നേരത്തെ കണ്ടമാതിരിയാണോ ഇപ്പം അടുക്കള നോക്കി. നിങ്ങളുടെ മഫ് ചെയ്യാനും കൂടി ഉണ്ട് അല്ല, ടേബിളൊക്കെ ക്ലിയറായി. ഇതുപോലത്തെ അടുക്കളകൾ എവിടെയും കണ്ടിക്കണോ? ഇനി നമുക്ക് തുടക്കൽ കഴിഞ്ഞാൽ ചോറ് വെക്കല്ലേ? എൻ്റെ കൂടെ ചോറ് വെക്കല്ലേ? വേറെ പറഞ്ഞൊന്നുമില്ല. ഇത് കഴിഞ്ഞില്ലേ? അടുത്ത ചോറ് കഴിയില്ലേ? അങ്ങനെ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടോ. അത് മിക്സ് ആക്കണം നമുക്ക്. ചോറ് അന്നെ ഇരിക്കൂല അപ്പം ഇതാണ് നമ്മൾ തേങ്ങാ സമ്മതിട്ടാ. ഇത് ബിരിയാണിക്ക് നല്ല ടേസ്റ്റാ. ചാരിയൊക്കെ ഞാൻ ഒന്ന് കഴിച്ച് നോട്ടെ എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെ ഉണ്ടോ അല്ല? നീ ചെമ്മീൻ കൂട്ടില്ല? അപ്പം ഗൈസ് ഞാൻ വന്നപ്പോത്തിന് മോക്ക് പോകാൻ നേരം വൈകി. അപ്പം ഞാൻ ചെയ്തത് വളരെ നേരം പുത്താനാണ് കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ അവൾ വരാൻ കുറച്ച് വൈകി, കാരണം ബസ് വരാൻ കാത്തുനിന്ന്. അപ്പോൾ അവൾക്ക് ലിമിറ്റഡ് വഴി ഇറങ്ങി. ലിമിറ്റഡ് വേഗമാണ് കുറ്റിപ്പുറം സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയല്ല. നമുക്ക് എന്തായാലും സാധനം വേങ്ങാണ്ട് അറിയില്ല. അപ്പോൾ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ പയമ്പരിയും ചായ കുടിച്ചിട്ടുണ്ട്. മുമ്പ് വന്ന പയമ്പരൊക്കെ ഉണ്ടാക്കിങ്ങനെ. അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. അടുത്ത വീഡിയോ വീണ്ടും വരും. അപ്പോൾ കാണാം.